റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ ദിനംപ്രതി കൂടുമ്പോഴും അപകടപാതകൾ കണ്ടെത്താനുള്ള തീരുമാനം പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ്. സ്ഥിരം അപകടപാതകൾ പഠനത്തിലൂടെ കണ്ടെത്തണമെന്നായിരുന്നു 2023 ഗതാഗത വകുപ്പ് നാറ്റ്പാക്കിന് നൽകിയ നിർദ്ദേശം. ആഷിൻ ഡിയാഗോ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് ആഷിൻ ഡിയാഗോ. നിരത്തിൽ ജീവൻ പൊലിയുമ്പോൾ ആ പൊലിഞ്ഞ ജീവനെ ചൊല്ലി വിലപിക്കുന്നതല്ലാതെ പരിഹാര മാർഗങ്ങളിലേക്ക്, ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ലേ ഇതുവരെ? സുജിയ, തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം 2023 ഗതാഗത വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം റോഡ് സുരക്ഷാ അതോറിറ്റി 47ാം യോഗത്തിൽ നാറ്റ്പാക്കിന് ഈ സ്ഥിരം അപകടങ്ങൾ ഉണ്ടാകുന്ന പാത കണ്ടെത്തി മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണം, അതിനുള്ള ചുമതല ഏർപ്പെടുത്തുന്നു. പക്ഷേ ഇതുവരെയായിട്ടും 2 വർഷം പിന്നിട്ടിട്ടും ആ പഠനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് ലഹരി ഉപയോഗിച്ചുള്ള വാഹനം ഓടിപ്പും അതുപോലെ തന്നെ സംസ്ഥാനത്തെ ഈ വാഹന അപകടങ്ങളുണ്ടായ വർധനവും നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ വാർത്ത നൽകിയതാണ്. ഇതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് നാറ്റ്പാക്ക് ഇതുവരെ ഈ സംസ്ഥാന സർക്കാർ ഏൽപ്പിച്ച ഒരു പണി ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഈ കൃത്യമായ സ്ഥലങ്ങൾ, അതായത് സ്ഥിരം അപകടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി ഈ ബ്ലാങ്ക് സ്പോട്ടുകൾ മാറ്റി അവിടെ കൃത്യമായ നിർദ്ദേശങ്ങൾ, ബോർഡുകളടക്കം ട്രാഫിക് ലൈറ്റുകൾ, സിഗ്നലുകൾ, ഈ അപകടം ഒഴിവാക്കാനുള്ള പരിഹാര മാർഗങ്ങൾ എന്നിവ നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 2023 നൽകിയ ഈ ഒരു ആവശ്യം ഇതുവരെ നാറ്റ്പാക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരം. നമ്മൾ കണ്ടതാണ് 2023 ശേഷം വലിയ തരത്തിൽ അപകടങ്ങളുടെ ഒരു വർധനവ് നമ്മൾ കണ്ടതാണ്. പക്ഷേ അന്ന് ഈ ഒരു പഠനം നടത്തിയിരുന്നുവെങ്കിൽ ഈ അപകടങ്ങൾ കുറയ്ക്കാമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിലയിരുത്തൽ. ഈ നിരത്തുകളിൽ ജീവൻ പൊലിയുമ്പോഴും ഇതിൽ ഒരു ചെറുവിരൽ ഇതുവരെ അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിയമസഭയിൽ നൽകിയ രേഖയിലാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ സംസ്ഥാനത്തെ അപകടങ്ങൾ നിറഞ്ഞ പാതകൾ ഏതാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ അപകടങ്ങൾ ഒഴിവാക്കാൻ ഇതുവരെ ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സുജിയ. ഓക്കെ അശ്വിൻ, പതിവായി അപകടം നടക്കുന്ന പാതകളാണ്. അപകടങ്ങൾ ആവർത്തിക്കുന്നു. പക്ഷേ പഠനം നടത്താനായി നിർദ്ദേശം ലഭിച്ചിട്ടും ആ പഠനത്തിന് തയ്യാറല്ല, പഠിക്കാൻ തയ്യാറല്ല. ഇനി എന്നാണ് പഠിക്കുക?